ലത സൃജുക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ട്രാവൽ വ്ളോഗാണ് ഇടുന്നത്. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ടൂറായിട്ട് സോമൻസിൻ്റെ കൂടെ ഗാങ്ടോക്ക് ഡാർജിലിംഗ് പോയി. അപ്പോൾ എൻ്റെ ഇത് ഏറ്റവും ത്രില്ല് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിലെ 3 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. ഒരു 10, 35, 40 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടേത്. എറണാകുളത്ത് നിന്ന് രഞ്ജിനി, കമലാമ്പാൾ, കോഴിക്കോട്ട് നിന്ന് അനിത. അങ്ങനെ ഞങ്ങൾ 5:15 ഫ്ലൈറ്റിന് അവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോയി ബാംഗ്ലൂർ വഴിയാണ് പോയത്. ബാംഗ്ലൂരിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നേരെ വീണ്ടും ഇൻഡിഗോ ഫ്ലൈറ്റിന് പോയി ബാഗ്ഡോഗ്ര എത്തി. അവിടെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതാണിത്. ഒരു 6 ഇന്നോവ കാറായിരുന്നു. 4 പേര് വീതമായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് 4 പേരും ഒരു കാറിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറിൽ പോയി ലഞ്ച് കഴിച്ച് ആദ്യം തന്നെ ലഞ്ച് കഴിക്കാനാണ് പോയത്. വീണ്ടും ലഞ്ച് കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ പോയി. ഒരു 4-4.5 മണിക്കൂർ ജേണി ഉണ്ടായിരുന്നു ഞങ്ങൾ ഗാങ്ടോക്കിലേക്ക് എത്താൻ. അത് വെസ്റ്റ് ബംഗാൾ, സിലിഗുരി, പിന്നെ സിക്കിം അതൊക്കെ കടന്ന് അങ്ങനെ അത്രയും യാത്ര ചെയ്ത് അവിടെ ഗാങ്ടോക്കിൽ ഒരു 6-6:30 മണിയാകുമ്പോൾ എത്തി. അവിടെ ഹോട്ടലിൽ ഞങ്ങളെല്ലാവരെയും ഒരു ഷോളൊക്കെ ഇട്ട് അവർ വെൽക്കം ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഞാനും അനിതയും കൂടെ ആയിരുന്നു ഒരു റൂം ഷെയർ ചെയ്തിരുന്നത്. നല്ല സൗകര്യമുള്ള റൂമൊക്കെ ആയിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും റെഡിയായി. ഞങ്ങൾ കുറേ കാലമായിട്ട് ഒരുമിച്ച് കാണുന്നതല്ലേ, ഇങ്ങനെ ഓരോരോ ആൾക്കാരുമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് രഞ്ജിനി, കമലാമ്പാൾ, പിന്നെ അനിത, ഞങ്ങൾ 4 പേരും കൂടി എടുത്ത ഫോട്ടോസാണ്. ഇത് ബ്രിജിത്ത് എന്ന് പറയും, അതായത് ഫെഡറൽ ബാങ്കിൽ ജോലിയുള്ള ബ്രിജിത്തും അവരുടെ ഹസ്ബൻഡുമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പിന്നീട് അന്ന് രാവിലെ ആദ്യമായിട്ട് സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇതുപോലെ 4-6 കാറിലായിട്ട് ഞങ്ങൾ എല്ലാവരും യാത്രയായി. അങ്ങനെ കുറേ അവസാനം അവിടെ എത്താനാവുന്ന സമയത്ത്, അതായത് ഒരു ലേക്കിലേക്കാണ് പോകുന്നത്. ഭയങ്കര തണുപ്പുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ -2 ഡിഗ്രി ഒക്കെയാണ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോണ വഴിക്കൊക്കെ നീ കുറേ കഴിയുമ്പോൾ കാണാം ഫുള്ളും സ്നോ ഒക്കെ വീണിട്ടുള്ള സ്ഥലം കാണാം. പോകുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ ഒരു കാഞ്ചൻജംഗ വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നീട് ഫോട്ടോ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്നതാ. കണ്ടോ, റോഡിൻ്റെ സൈഡിലൊക്കെ സ്നോ ഇങ്ങനെ ഇതായിട്ട് നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കാറിൽ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുള്ള് സ്നോ തന്നെ ആയിരുന്നു. നല്ല രസമായിരുന്നു. നമുക്ക് ഇങ്ങനെ സ്നോ ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ വളരെ രസമായിരുന്നു.
ഇപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ യാക്കിനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് സോംപോ ലേക്ക് എന്ന് പറയും. അപ്പം അവിടെ നല്ല തണുപ്പായിരുന്നു, -2 ഡിഗ്രി ഒക്കെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ തന്നെ ഒരു കേബിൾ കാറിൽ കുറേയും കൂടി മുന്നോട്ട് പോകാനുണ്ടായിരുന്നു. നല്ല തണുപ്പാണ്, അതുകൊണ്ട് ഞങ്ങൾ 4 പേരൊന്നും പോയിട്ടില്ല. ഞങ്ങളവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചായയൊക്കെ കഴിച്ച് ഞങ്ങളവിടെ തന്നെ മറ്റുള്ളവരെ വെയിറ്റ് ചെയ്തിരുന്നു. അവിടെ ആൾക്കാർ ഈ യാക്കിൻ്റെ പുറത്തിരുന്നിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പാണ്, ശരിക്കും നടക്കാൻ വളരെ സ്ലിപ്പായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ഐസ് കൂടിയൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ നല്ല എല്ലാവരും എൻജോയ് ചെയ്തു നന്നായിട്ട്. നല്ല തണുപ്പുമായിരുന്നു, താഴെയൊക്കെ ഐസായിരുന്നു. വേണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ പോണത് കണ്ടില്ലേ. പിന്നീട് ഞങ്ങൾ പോയത് ഒരു ടെമ്പിളിലേക്കാണ്, ഗണേശ ടെമ്പിളാണ്. അവിടെ പോയി. പിന്നീട് ഞങ്ങൾ വൈകുന്നേരം ഒരു 4 മണിയായപ്പം അവിടെ ഷോപ്പിങ്ങിനായിട്ട് പോയി. ഗാങ്ടോക്കിൽ ഞങ്ങൾ ലേഡീസ് ഒരുമിച്ച് കുറേ പേര് പോയി, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അന്ന് ഹോട്ടലിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ കേക്ക് കട്ടിക്കുണ്ടായിരുന്നു. അതിന് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. ആ ഫോട്ടോ ആണിത്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ്. അപ്പം എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് സൈറ്റ് സീയിങ്ങിന് പോയത്. അപ്പോൾ ആദ്യം തന്നെ ഒരു മൊണാസ്ട്രിയിലാണ് പോയത്. പോകുന്ന വഴിയാണിതാ ഇതുപോലെ ഈ കുട്ടികളെ കണ്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നീട് ആ ടെമ്പിളിൽ പോയി ഓം മണി പത്മേ ഹും എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ തിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ മുഴുവൻ. അതായത് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന പറയുന്നത്, ഇങ്ങനെ നാം ഇത് ജപിച്ചുകൊണ്ട് ഓം മണി പത്മേ ഹും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അതൊക്കെ ചെയ്തു. പിന്നീട് അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് നിർമ്മല ഉഷ, കോഴിക്കോട്ടുള്ളതാണ്. പിന്നീട് പോയിട്ടുള്ളത് വേറൊരു മൊണാസ്ട്രിയിലേക്ക് തന്നെയാണ്. അവിടെ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ജെൻസ് മാത്രമല്ല ഫോട്ടോസാണ്. അതിൽ 6 ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരുന്നു, കൊല്ലത്ത് നിന്ന് വന്ന ജെൻസിൽ. പിന്നെ ഞങ്ങൾ 4 ഫ്രണ്ട്സ്. പിന്നെ ഞങ്ങളുടെ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് വന്നുള്ള 2 ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്നു.
നമുക്ക് അവിടുത്തെ പാലസ് ദൂരെ നിന്നുള്ളൊരു വ്യൂ ആയിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ളതാണ്. പിന്നീട് നമ്മൾ പോയത് ബഞ്ചാംഗ്രി വാട്ടർഫോൾസ് എന്ന് പറയും. അവിടെ കാണാൻ പോയി. അവിടെ നിന്ന് ഇതുപോലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ വാട്ടർഫോൾസിൻ്റെ അടുത്ത് നിന്നിട്ടും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് എറണാകുളത്തുള്ള പ്രീതിയും ഹസ്ബൻഡുമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഡാർജിലിംഗ് ഹോട്ടൽ സ്റ്റേക്ക് വേണ്ടി പോയി. അവിടുന്ന് അവർ നമ്മളെ ഷോളൊക്കെ ഇട്ട് വെൽക്കം ചെയ്തതാണ്. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് 4 മണിക്ക് കാഞ്ചൻജംഗയുടെ നമ്മൾ സൺറൈസ് കാണാൻ പോയി. അവിടെ നിറയെ നല്ല തിരക്കായിരുന്നു, പിന്നെ നല്ല തണുപ്പുമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് സൺറൈസൊക്കെ കണ്ട് 7:30 മണിയാകുമ്പോഴേക്കും റൂമിൽ തന്നെ തിരിച്ചെത്തി. പിന്നീട് സൈറ്റ് സീയിങ്ങിനായിട്ട് പോയി. അവിടെ ഒരു മ്യൂസിയം, പിന്നെ ഒരു റെഫ്യൂജി ക്യാമ്പ്, അങ്ങനെ അതൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഡാർജിലിങ്ങിൽ സൈറ്റ് സീയിങ്ങൊക്കെ കണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ വന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോയി. നെക്സ്റ്റ് ഡേ ഞങ്ങൾ 7 മണിയാകുമ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇവിടേക്ക് 11 മണിക്കായിരുന്നു തിരിച്ചുള്ള ഫ്ലൈറ്റ്. അങ്ങനെ എല്ലാവരും 7 മണിക്ക് തന്നെയൊക്കെ റെഡിയായി അവിടെ നിന്ന് പുറപ്പെട്ടു. വരുന്ന വഴി അവരുടെ ഒരു ടീ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കൊല്ലത്തു നിന്നുള്ള 6 പേരെന്ന് പറഞ്ഞത്. ഇത് നമ്മളുടെ ടൂർ മാനേജർ ബിജോ, പിന്നെ ആ ചെറിയ കുട്ടി 2ാം ക്ലാസ് പഠിക്കുന്ന മോള് അദ്വിക. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് വഴിയുള്ള ഫ്ലൈറ്റിന്, ഇൻഡിഗോ ഫ്ലൈറ്റിന് തിരിച്ച് രാത്രി 7:40 കൊച്ചി എയർപോർട്ടിലെത്തി. അപ്പോഴിത് വളരെ നല്ലപോലെ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.